നമുക്ക് ഇന്നത്തെ സെക്ഷനിൽ വിൻഡോസ് 11 എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. വിൻഡോസ് 10 ബൂസ്റ്റ് ബൂട്ട് വൈസ് വെച്ച് ബൂട്ട് ചെയ്ത് കയറിയതിനു ശേഷം നെക്സ്റ്റ് അടിക്കുക. ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെ ഇൻസ്റ്റാൾ നൗ ഓപ്ഷൻ ചൂസ് ചെയ്യുക. സാധാരണ വിൻഡോസ് 10 ചെയ്യുന്ന മാതിരി തന്നെ പ്രൊഡക്റ്റ് കീ ഇല്ലാത്തതുകൊണ്ട് പ്രൊഡക്റ്റ് കീ പ്രൊഫഷണൽ വേർഷൻ ചൂസ് ചെയ്യുക. അതിനുശേഷം നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം ഡ്രൈവ് ഉണ്ടെങ്കിൽ നമുക്ക് വിൻഡോസ് 7ലും 10ലൊക്കെ ചെയ്യുന്നവർ പാർട്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ 250 GB ഒരു ഡ്രൈവാണ് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള സ്പേസിന് വെച്ചിട്ട് നമ്മൾ 2 പാർട്ടീഷൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടീഷൻ വന്നിട്ട് 350 GB ബാലൻസ് ഉള്ളത് നമ്മൾ അടുത്ത പാർട്ടീഷനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഡ്രൈവ് ലെറ്റർ 2 പാർട്ടീഷൻ 2 ചൂസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിലോട്ട് നോയ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇപ്പോൾ പാർട്ടീഷൻ 1 എപ്പോഴും ഒരു 100 MB 250 MB ഉള്ള സിസ്റ്റം റിസർവ്ഡ് സ്പേസ് ആയിരിക്കും. പാർട്ടീഷൻ 1ലാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. install.vim എന്ന് പറഞ്ഞ ഫയൽ നമ്മുടെ സി ഡ്രൈവിലോട്ട് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നടക്കുന്നത്. സാധാരണ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ചെയ്യുന്ന മാതിരി തന്നെയാണ്, അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അതിനുശേഷം റീസ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇന്റർനെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോട്ട്മെയിൽ ID ഒക്കെ വെച്ച് ലോഗിൻ ചെയ്യാൻ പറയും. അപ്പോൾ നമുക്കിവിടെ ഇന്റർനെറ്റ് കണക്ട് ചെയ്യാത്തൊരു സിനാരി ആയതുകൊണ്ട് നേരെ നമുക്ക് എന്ത് ചെയ്യാം, ലോക്കൽ അക്കൗണ്ട് ഉണ്ടാക്കി അതിലോട്ട് നമുക്ക് കയറാൻ പറ്റും. വിൻഡോസിൻ്റെ ഫീച്ചേഴ്സ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഓൾമോസ്റ്റ് റീസ്റ്റാർട്ടിങ് ഓപ്ഷൻ വന്നിരിക്കുകയാണ്. അത് റീസ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ സാധാരണ ബൂട്ട് ചെയ്ത് വരുന്ന പോലെ തന്നെ വിൻഡോസ് 10 ബൂട്ട് ചെയ്ത് വരും. നമുക്ക് പെൻ ഡ്രൈവോ അല്ലെങ്കിൽ DVD ആണെങ്കിൽ അത് നമുക്ക് ഈ സമയത്ത് എജക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ കമ്പ്യൂട്ടറിന് ആവശ്യമുള്ള വിൻഡോസിൻ്റെ ഡ്രൈവർ കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻസ്റ്റാൾ ആവുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സെഷനിലോട്ട് എത്തുന്നതായിരിക്കും. വിൻഡോസ് 10ൻ്റെ ഫസ്റ്റ് മെത്തേഡ് ഇൻസ്റ്റലേഷൻ വിൻഡോ വരുന്നു. നമ്മൾ കൺട്രി റീജിയൻ വന്നിട്ട് ഇന്ത്യ ചൂസ് ചെയ്യുക. ഇന്ത്യ ചൂസ് ചെയ്തതിന് ശേഷം യെസ് കൊടുക്കുക. അടുത്ത ഓപ്ഷൻ കീബോർഡ് ലേഔട്ട് ആണ്. അത് US തന്നെ ഡിഫാൾട്ടാണ്. അഡീഷണൽ നമുക്ക് അറബിക്കൊക്കെ വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. കണ്ടോ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാത്തതുകൊണ്ട് ഇന്റർനെറ്റ് കണ്ടിന്യൂ വിത്ത് ലിമിറ്റഡ് സെറ്റപ്പ് നമ്മൾ ചൂസ് ചെയ്യുക. ഒരു യൂസർ നെയിം ഞാനിവിടെ ഇവാൻ എന്ന് കൊടുക്കുന്നു. അതിൻ്റെ ഒരു പാസ്വേഡ്, വളരെ ലൈറ്റ് ആയിട്ടുള്ള പാസ്വേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സ്ട്രോങ് പാസ്വേഡ്സ് നമ്മൾ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുക. ഒരു 3 സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. ഒരു ഹിൻഡ് കൊടുക്കുക. അഥവാ പാസ്വേഡ് മറന്നു കഴിഞ്ഞാൽ ഈ ഹിൻഡ് അടിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡിലെ പോലെ തന്നെ ലൊക്കേഷൻ സർവീസ് അതൊക്കെ ആക്സസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വരുന്ന തന്നെ ഫസ്റ്റ് ടൈം വിൻഡോയാണ്. ഒരു 2-3 മിനിറ്റ്സ് എടുക്കും ഈ സെറ്റപ്പ് അപ്ഡേറ്റ് ആകാൻ വേണ്ടിയിട്ട് നോർമൽ ഒരു PC-യിൽ. അതിനുശേഷം നേരെ ഡെസ്ക്ടോപ്പിലോട്ടായിരിക്കും നമ്മൾ ലോഗിൻ ചെയ്ത് കയറുന്നത്. വിൻഡോസ് 10 കമ്പയർ ചെയ്യുമ്പോൾ വിൻഡോസ് 11 അധികം ഫീച്ചേഴ്സ് ഒന്നുമില്ല. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് പറയുന്ന ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനൊക്കെ ഇനി വിൻഡോസ് 11 ഡയറക്റ്റ് നമുക്ക് വിൻഡോസ് സ്റ്റോർ വഴി ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും എന്നൊരു നല്ലൊരു ഫീച്ചർ പറയുന്നുണ്ട്. പിന്നെ എയറോ യൂസർ ഇന്റർഫേസും കാര്യങ്ങളിലൊക്കെ നല്ല വ്യത്യാസം വന്നുണ്ട്. 4 GB RAM ആണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. 1 GHz ഓർ ഗ്രേറ്റർ പ്രോസസ്സർ പറയുന്നുണ്ട്. നമ്മൾ തീംസ് എടുക്കുക. ഡെസ്ക്ടോപ്പ് ഐക്കൺസ് ഒക്കെ നമ്മൾ വിൻഡോസ് 10 പോലെ തന്നെ എന്ത് ചെയ്യുന്നു, ചൂസ് ചെയ്യുക. ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഷൻ തീമുകളും കാര്യങ്ങളൊക്കെ താഴെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള തീംസ് ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ തീംസ് ചൂസ് ചെയ്തതനുസരിച്ച് അതിൻ്റെ ആനിമേഷൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വ്യത്യാസം വരുന്നുണ്ട്. ഡാർക്ക് തീംസ് വേണ്ടവർക്ക് ഡാർക്ക് തീംസ് യൂസ് ചെയ്യുക. ലൈറ്റ് തീം വേണ്ടവർക്ക് ലൈറ്റ് തീമുകളൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, തീമിൽ നമ്മൾ ഡിഫാൾട്ട് തീമിലോട്ട് തന്നെ പോവാണ്. അതൊരു ഡാർക്ക് തീമുണ്ട്, ഗ്ലോ എന്ന് പറഞ്ഞ തീമുണ്ട്, വിൻഡോസിൻ്റെ ലൈറ്റ്. ഓരോ ഇത് മാറ്റുമ്പോൾ സ്റ്റാർട്ട് ബട്ടൺ ഒരു ചേഞ്ചസ്. സ്റ്റാർട്ട് ബട്ടൺ കുറച്ച് സെൻറ്ററിലോട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ വരുന്നതിനനുസരിച്ച് അത് ലെഫ്റ്റിലോട്ടും ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പൊസിഷൻ അറേഞ്ച് ചെയ്യും. കൂടുതൽ ടച്ച് ഇൻ്റർഫേസിന് കോമ്പാക്റ്റുള്ള രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് വന്നിട്ടുള്ളത്. അത് 2 ഡ്രൈവ് ഉണ്ടായിരുന്നു, ജസ്റ്റ് ഫോർമാറ്റ് ചെയ്യുന്നു.
ഇത് NVMe ഹാർഡ് ഡിസ്ക് ഉള്ള PC-യിലാണ് നമ്മൾ ഈ സംഭവം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും പെർഫോമൻസ് കിട്ടുന്നത്. നോർമൽ ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ ഓൾമോസ്റ്റ് വിൻഡോസ് 10ൻ്റെ സെയിം പെർഫോമൻസ് തന്നെയാണ് വിൻഡോസ് 11 പറയുന്നത്. ഇൻ്റർഫേസിലൊക്കെ ചെറിയൊരു വ്യത്യാസങ്ങൾ മാത്രമേ പ്രകടമാകുന്നുള്ളൂ. സ്റ്റാർട്ട് ബട്ടൺ ഇതാണ്. ഓൾ ആപ്ലിക്കേഷൻസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ വിൻഡോസിൻ്റെ 7ൻ്റെ ഓൾമോസ്റ്റ് ആ തീം വരും. ബാക്ക് അടിക്കുക. പവർ ബട്ടൺ സ്റ്റാർട്ട് റീസ്റ്റാർട്ടൊക്കെ അങ്ങോട്ട് വരുത്തിയിട്ടുണ്ട്. ഡെസ്ക്ടോപ്പ് ഫീച്ചേഴ്സ്, കുറച്ചുള്ള ഡെസ്ക്ടോപ്പ് ഫീച്ചേഴ്സ് ഉണ്ട്. ഗ്യാഡ്ജറ്റ് ഉണ്ട്, നെറ്റ് കണക്ട് ചെയ്യാത്തതുകൊണ്ട് വരാത്ത. പിന്നെ എക്സ്പ്ലോറർ, നമ്മുടെ എഡ്ജ് എന്ന് പറഞ്ഞ ബ്രൗസർ, പ്രോമിയം പ്രോജക്റ്റിൽ വരുന്ന എഡ്ജ് ബ്രൗസറാണ്. എയ്റോസ്നാപ്പ് ഫീച്ചറുകൾ ബട്ടണിൽ ആഡ് ചെയ്തിട്ടുണ്ട്. റീസ്റ്റോർ മാക്സിമൈസ് ബട്ടണിൽ എയ്റോസ്നാപ്പിൻ്റെ ഫീച്ചേഴ്സ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പ്രിവ്യൂ വരും. നമുക്ക് ഏത് മോഡലിൽ വിൻഡോസിനെ വരുത്തണോ ആ മോഡലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിൻഡോസിന് വരുത്താൻ പറ്റും. നമുക്ക് വേണ്ട എയ്റോസ്നാപ്പ് ഫീച്ചേഴ്സുകൾ ചൂസ് ചെയ്യാം. പ്രിവ്യൂ യൂസ് ചെയ്തിട്ട് 4ൽ 1 ആക്കണോ 2ൽ 1 ആക്കണോ എന്നൊക്കെ നമുക്കിവിടെ ചൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഡീറ്റെയിൽസ് അറിയാം. മൈ കമ്പ്യൂട്ടർ ഡിസ്ക്രിപ്ഷൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുക. Intel i5 10600 10th ജനറേഷൻ പ്രോസസ്സറാണ്. 24GB ആണല്ലോ. വിൻഡോസ് 11 Pro ആണ്. ഡെവലപ്പർ എഡിഷൻ. വെൽക്കം സ്ക്രീൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ പാസ്വേഡ് അടിക്കുന്നു, ലോഗിൻ ചെയ്യുന്നു. ഇതാണ് വിൻഡോസ് സ്റ്റോർ. ഇതിലാണ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനും അതേമാതിരി ആമസോൺ ബേസ് ചെയ്ത ആപ്ലിക്കേഷനും ഇതിലോട്ട് ലോഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. ഇത് വന്നാൽ നല്ല ഉപകാരമായിരിക്കും. വാട്സപ്പ് പോലെയുള്ള ആപ്ലിക്കേഷൻസൊക്കെ നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഡെസ്ക്ടോപ്പ് വേർഷനാണ് അതിലുള്ളത്. ദെൻ ഷട്ട് ഡൗൺ കോമൺ മെത്തേഡ്. താങ്ക് യു.